welcome back to our YouTube channel. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ്. ഞാൻ മുൻപൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ തരാമെന്ന്. അത് തന്നെ ചോദിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല, പക്ഷെ മേ ബി ഇതൊക്കെ ചോദിച്ചേക്കാം. ഇപ്പൊ ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലാതെ ഇപ്പം ഇംഗ്ലീഷിൽ നേരെ ആൻസർ തന്നിട്ട് ചുമ്മാ ഓക്കെ ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എൻ്റെതാണ് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്താണ്. അപ്പം തെറ്റുകളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് ഇത് തന്നെ എക്സാക്ട്ലി കോപ്പി ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു മോഡലാണ്. ഇപ്പം എനിക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ എൻ്റെതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിക്ക് ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രോഡക്ഷൻ ആണ്. ഇതിപ്പം ഈ ഒരു ഫീൽഡിൽ നിന്നല്ല, ഏതൊരു ഇന്റർവ്യൂവിന് ചെന്നിട്ടുണ്ടെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രോഡക്ഷൻ ആണ് ഉണ്ടാക്കേണ്ടത്. ജസ്റ്റ് ഒരു മോഡൽ മാത്രം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ആരാണോ അവരോട് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു തുടങ്ങുക. അപ്പോൾ ജസ്റ്റ് ഒരു ഇംപ്രഷൻ അത്രേ ഉള്ളൂ. അവിടെ ഒരു കോൺവെർസേഷൻ നമ്മൾ ആ ഒരാളുമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു ഡൂയിങ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കും. സോ നമ്മളും പറയാം യെസ് ഐ ആം ഗുഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടും കൂടി ചോദിക്കുന്ന രീതിക്ക് പറയാം ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ എന്ന് പറയാം. അതിനുശേഷം ഈ ഒരു അവസരം, ഇങ്ങനെ ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ പറയാൻ ഈ ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ താങ്ക് യു ഫോർ ഗിവിങ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്നുള്ള രീതിക്ക് ഒരു സെന്റൻസ് പറയാം. മൈ നെയിം ഈസ് അനുപല്ലവി അജയ്, ഐ എം ഫ്രം ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പം ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ പറയാം. പിന്നെ ഞാൻ +2 പഠിച്ചത്, 10ാം ക്ലാസ് പഠിച്ചത്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ഡൺ മൈ ഗ്രാജുവേഷൻ ഇൻ ഏതിലാണോ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അത് പറയാം. അതിനുശേഷം നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചിട്ട് പറയാം. ഐ ബിലോങ് ടു എ 4-member ഫാമിലി. പിന്നെ നമുക്ക് നമ്മളുടെ ഹോബീസിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ ഡാൻസിങ്ങോ സിംഗിങ്ങോ എന്താന്ന് വെച്ചാൽ അത് പറയാം. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ജോലിക്ക് ഞാൻ കപ്പബിൾ ആണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. മേ ബി അതൊന്നും നമുക്ക് ഉണ്ടാവില്ലായിരിക്കും, എന്നാലും ചുമ്മാ പറഞ്ഞേക്കാം. അതായത് ഐ ബിലീവ് ദാറ്റ് മൈ ബിഗസ്റ്റ് സ്ട്രെങ്ത് ഈസ് ടു സോൾവ് പ്രോബ്ലം. ഒരു പ്രശ്നം വന്നാലും വളരെ കാം ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ജോബാണ്. സോ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അത്രയും മതി. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ, താങ്ക് യു എന്ന് പറഞ്ഞ് ഒതുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റിൽ കവിയാനായിട്ട് പാടില്ല. 1 മിനിറ്റ് മതി. അതിൽ കൂടുതൽ പിന്നെ എൻ്റെ വീക്ക്നെസ് ഇതാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും പറയണ്ട. ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഹു ഇസ് യുവർ ഇൻസ്പിറേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2 രീതിയിൽ നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിനെ കുറിച്ചിട്ട്, ഇപ്പം മേ ബി അത് ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ വീട്ടിൽ തന്നെ ആരെങ്കിലും ആവാം. അവരെ കുറിച്ചിട്ടുള്ള ഗുഡ് പോയിന്റ്സ് ഒക്കെ പറയാം. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഒരു ഗുഡ് ഇൻസ്പിറേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാം എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയതാട്ടോ. പക്ഷെ ഉണ്ടാക്കിയതല്ല, അതൊരു സത്യമാണ്. ഇപ്പം നമ്മളുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരിക്കലും ഒരു ദിവസം മാക്സിമം, ആ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ നമ്മളെ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തതും ഇൻസ്പയർ ചെയ്തതും എല്ലാം പോകും. വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ കൊടുത്ത് ഞാൻ ഇന്നതായി തീരും എന്ന് പറഞ്ഞ് ഒരു നിലപാടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതായിത്തീരും. സോ നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ഇത് ഒരു ആൻസർ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ ആൻസറും പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ ഡു യു വാണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ, അല്ലെങ്കിൽ വൈ ഡു യു വാണ്ട് ടു ബിക്കം, ഓർ ഈ ഒരു പൊസിഷനിൽ ഉള്ള ആളെ കാണുമ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുക, നമുക്ക് ശരിക്കും ചിലപ്പം അവരെ ഈ ഒരു ജോബിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഫിസിക്കൽ അറ്റയർ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂമിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടിട്ടാണ്. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്
ഇപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് വേറെ വേറെ കൾച്ചേഴ്സ് കണ്ട് ആസ്വദിക്കാനായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ ഒരു ജോബ് ചൂസ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ പറയുന്നേക്കാൾ കൂടുതൽ നല്ലത് വേറെ ആ ഒരു ജോബിനെ റെസ്പെക്ട് ചെയ്യുന്നു, ആ ജോബിൽ എന്തൊക്കെ റോൾസ് ആണ് വരുന്നതെന്ന് കുറച്ചും കൂടി അറിയാവുന്ന രീതിയിൽ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്യാബിൻ ക്രൂ ആവണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഐ ഫീൽ റെസ്പെക്ട് വെൻ ഐ സീ എ ക്യാബിൻ ക്രൂ. അതായത് അവരുടെ ജീവിതം തന്നെ റിസ്ക് ചെയ്തിട്ടാണ്. കാരണം പറന്ന് നടക്കുക എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ അവർ മറ്റുള്ളവരെ രക്ഷിച്ചിട്ട് മാത്രമാണ് അവർക്ക് സേഫായിട്ട് ഉള്ള ഒരു സ്ഥലം നോക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം ഇതിലെ റിസ്ക് എന്തൊക്കെയാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രൗഡാണ് ഇഫ് ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നാം എന്നുള്ള രീതിയിൽ മറുപടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാലറി എക്സ്പെക്ടേഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ മെയിൻലി അവർ ചോദിക്കുന്നത് നമ്മളുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാനായിട്ട്. എനിക്ക് 50,000 രൂപയാണെന്ന് പറഞ്ഞാൽ അതൊന്നും തരാൻ പോകുന്നില്ല. അവർക്ക് എത്രയാണ് ഒരു സാലറി എമൗണ്ട് ഉണ്ട് അത് തരും. പക്ഷെ നമ്മളുടെ ആൻസർ ഏതൊരു രീതിയിലായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എപ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട് പറയരുത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നോളൂ, എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ എൻ്റെ കരിയർ ഒരു നല്ല കമ്പനിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു നല്ല എയർലൈൻ്റെ കൂടെ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എയർലൈൻ ചൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു എയർലൈൻ്റെ കുറച്ച് നല്ലതുകൾ, ഇപ്പം എന്തെങ്കിലും അവാർഡ് കിട്ടിയെങ്കിൽ അത് പറയാം. പിന്നെ എത്ര ഡെസ്റ്റിനേഷൻസ് ഈ ഒരു എയർലൈൻ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഗൂഗിളിൽ നോക്കി എന്തായാലും നിങ്ങൾ ഏത് എയർലൈൻ്റെ ആണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് ആ എയർലൈനിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കാം. നിങ്ങളുടെ സ്റ്റാഫിനെ നന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യും എന്ന് ഒരു ഉറപ്പ് എനിക്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ഓക്കെ, ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവരെ നല്ലത് പറയുന്നു എന്നുള്ള രീതിയിലാണല്ലോ നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പം അതൊരു നല്ലതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വി ഹയർ യു. എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്യണം? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പകച്ചു പോകരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം നമുക്ക് മാക്സിമം പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് മൈൻഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയണം എന്നൊന്ന്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന സൗണ്ടും നേരത്തെ കേട്ട സൗണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അത് മൈക്ക് വെച്ചിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ അതിന് ശേഷം നോക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. മൈക്ക് ചാർജ് തീർന്നു പോയിട്ട് ഓഫായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ കിടന്ന് പറഞ്ഞ ബ്ലാ 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 ഒന്നും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഇതെല്ലാം ഇരുന്നിട്ട് റീടേക്ക് എടുക്കുവാണ്. സോ ഐ എം സോറി. വൈ വി ഹയർ യു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെല്ലാം ചോദിച്ച് നിർത്തിയിട്ടാണ് എൻ്റെ മൈക്ക് ഓഫായി പോയത് ആ പകുതി വെച്ചിട്ട്. അപ്പം എന്തുകൊണ്ട് അവർക്ക് നമ്മളെ എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, ജോബിന് ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, അതുപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, പിന്നെ പല സിറ്റുവേഷൻസിനെയും ഹാൻഡിൽ ചെയ്യാൻ. ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നത്. സോ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് വളരെ ചേർന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ആൻസർ പറയാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്? സോ സ്ട്രെങ്ത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആൻസർ നമുക്ക് പറയാവുന്നതാണ്. കാരണം അവർക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതെന്ന് പറയുന്നത് അവരുടെ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത്ത് നമുക്കുണ്ടോ എന്നാണ്. അല്ലാതെ ഇപ്പം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പോയിട്ട് അവിടെ പറഞ്ഞതുകൊണ്ട് യാതൊരുവിധ ഗുണവും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞ ആൻസർ തന്നെ ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ സ്ട്രെങ്ത് പറയുമ്പോൾ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് വീക്ക്നെസ്. വാട്ട് ആർ യുവർ വീക്ക്നെസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ജോബിനെ എഫക്റ്റ് ചെയ്യുന്ന, മേ ബി നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇപ്പം എനിക്ക് കുറച്ച് മറവി കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അത് ആ ഒരു ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മളുടെ ജോബിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളുടെ വീക്ക്നെസ് പറയുമ്പോഴും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഹെൽപ്പ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു പെന്നാണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ നിന്ന് കടം വാങ്ങാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓക്കെ ഫൈൻ, നമ്മളുടെ ജോബിനെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിക്കുള്ള ഒരു ആൻസറാണ്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് പറയാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ പോകുമ്പം
പഠിച്ചിട്ട് പോകേണ്ട കാര്യമാണ് അബൌട്ട് ദ എയർലൈൻ. ഇപ്പോൾ നമ്മൾ ഏത് എയർലൈൻ ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെന്ന് വെച്ചാലും ആ ഒരു എയർലൈനിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതായത് എന്നാണ് ഈ ഒരു എയർലൈൻ സ്റ്റാർട്ട് ചെയ്തത്, ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്, ഇപ്പം കറൻ്റ്ലി ഇതിൻ്റെ സിഇഒസ് അല്ലെങ്കിൽ ഏറ്റവും ആ ഒരു പോസ്റ്റിലിരിക്കുന്നതൊക്കെ ആരാണ്, എത്ര ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷൻസ് എത്രയുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും എയർലൈൻ്റെ ആണെങ്കിലും വേറെ ജോബിനാണെങ്കിലും ഏതിന് പോയാലും ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മേ ബി നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവില്ലായിരിക്കും. ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ പറഞ്ഞു ഓക്കെ എനിക്ക് ലണ്ടനിൽ പോകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ലണ്ടനിൽ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇനിയിപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാലും എന്തുകൊണ്ട് അവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് അവർ ചോദിക്കും. സോ നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ എവിടെയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒരു ആൻസർ കണ്ടുപിടിച്ച് വെച്ചേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓൺ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ തന്നെ ആദ്യം എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആൻഡ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്, കൾച്ചർ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു നാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്വന്തം നാട് ആദ്യം കണ്ടു തീർത്തിട്ട് മറ്റുള്ളിടത്തേക്ക് പോയാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഞാനപ്പോൾ പറഞ്ഞത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻഡ് വളരെ കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻ്റർവ്യൂവിന് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 1 വീക്ക് 2 വീക്കൊക്കെ തൊട്ടേ നിങ്ങൾ മൈൻഡിൽ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് ചുമ്മാ സംസാരിക്കുക ഇംഗ്ലീഷിൽ, നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഈ പറയുന്ന ആൻസേഴ്സ് എല്ലാം കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് ഓൾറെഡി നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും അതൊന്ന് പറഞ്ഞു നോക്കിയതിന് ശേഷം പോകാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യനൊക്കെ അവർ ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ, അപ്പം നമ്മളോട് പെട്ടെന്നൊരു കാര്യം ചോദിച്ചപ്പോൾ, നമ്മൾക്ക് അറിയാത്തൊരു കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതായത് നമ്മൾ ടെൻസ്ഡ് ആവുന്നുണ്ടോ, നമ്മൾ വീക്ക് ആവുന്നുണ്ടോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഈവൻ നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും കോൺഫിഡൻ്റ് ആയിട്ട് ചിരിച്ച് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എന്തറിയാതെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ പറയാതെ സോറി സാർ എനിക്കറിയത്തില്ല അങ്ങനെ പറയാതെ സോറി സാർ ഐ എം നോട്ട് മച്ച് അവെയർ ഓഫ് ദ കണ്ടന്റ് ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം മാനേജബിൾ ആയിരിക്കും നമുക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനിയും ഇങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കാട്ടോ. എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓൾസോ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.